നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സ്വകാര്യ മേഖലയിൽ നിർബന്ധിത വാർഷിക വേതന വർധനവ് നടപ്പാക്കണം, നിർദ്ദേശവുമായി MP. സ്വകാര്യ മേഖലയിൽ നിർബന്ധിത വാർഷിക വേതന വർധനവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബഹ്റൈൻ പാർലമെന്റ് അംഗം ജലാൽ ഖാദിം അൽ മഹ്ഫൂദ് തൊഴിൽ സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും പൗരന്മാരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിനുമായി വേതന വർധനവ് നടപ്പാക്കണമെന്ന ആവശ്യം മുൻനിർത്തി അദ്ദേഹം കരട് നിർദ്ദേശം മുന്നോട്ട് വച്ചു. 2012 തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള കരടാണ് ബഹ്റൈൻ പാർലമെന്റിന് കീഴിലുള്ള യുവജന കായിക സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാനും സാമ്പത്തിക കാര്യങ്ങളുടെ സ്ഥിരം സമിതി അംഗവുമായ ജലാൽ ഖാദിം അവതരിപ്പിച്ചത്. ജീവനക്കാരൻ ഒരേ തൊഴിലുടമയ്ക്ക് കീഴിൽ തന്നെ ജോലി ചെയ്യുന്ന കാലയളവിൽ ഈ വർധനവ് വർഷം തോറും ബാധകമായിരിക്കും. എന്നാൽ 6 മാസത്തിൽ താഴെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർ, ദിവസവേതനക്കാർ, പാർട്ട് ടൈം ജീവനക്കാർ, പ്രതിമാസ അലവൻസിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് കരട് നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. നിർദ്ദേശം നടപ്പാക്കുകയാണെങ്കിൽ ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിൽ ജോലി നോക്കുന്ന 10,000-കണക്കിന് ജീവനക്കാർക്ക് ഗുണം ചെയ്യും. ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽവേ പദ്ധതി 2030-നകം. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന GCC റെയിൽവേ പദ്ധതി 2030-നകം പൂർത്തിയാകും. UAE, ഖത്തർ, സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ 6 ഗൾഫ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. കുവൈറ്റിൽ തുടങ്ങി ഒമാനിലാണ് റെയിൽ പാത അവസാനിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് ഒമാൻ വരെ 2177 കിലോമീറ്റർ നീളുന്നതാണ് പദ്ധതി. $250 ബില്യൺ ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇരട്ട നികുതി ഒഴിവാക്കും, നിർണായക കരാറിൽ ഒപ്പുവെച്ച് ഒമാനും ബഹ്റൈനും. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനും ആദായ നികുതിയിലെ നികുതി വെട്ടിപ്പ് തടയുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിർണായക കരാറിൽ ഒപ്പുവെച്ച് ഒമാനും ബഹ്റൈനും. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ അതിർത്തി കടന്നുള്ള വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുമെന്നാണ് ഇരു രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അംഗീകരിച്ച കരാർ സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കുന്നതിനും കൂടുതൽ സുതാര്യമായ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് അടിവരയിടുന്നത്. ഒമാൻ ബഹ്റൈൻ സാമ്പത്തിക ബന്ധങ്ങളിലെ ഒരു പുതിയ അധ്യായമായി കരാർ മാറുമെന്നാണ് കരുതുന്നത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കനോലി BMC ഓണക്കോടി വിതരണം ചെയ്തു. കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ ശ്രാവണ മഹോത്സവത്തിന്റെ ഭാഗമായി കുറഞ്ഞ വേതനക്കാർക്കുള്ള 1000 സൗജന്യ ഓണക്കോടി വിതരണത്തിൽ പങ്കുചേർന്ന് മനാമ ലേബർ ക്യാമ്പിൽ ഓണക്കോടി വിതരണം ചെയ്തു. പ്രസിഡന്റ് അൻവർ നിലമ്പൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ആക്ടിംഗ് സെക്രട്ടറി അദീബ് ചെറുനാലകത്ത് സ്വാഗതം പറഞ്ഞു. BMC ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹിക പ്രവർത്തകരായ സുധീർ തിരുനിലത്ത്, മണിക്കുട്ടൻ G, ഷറഫ് അലി കുഞ്ഞി എന്നിവർ വിശിഷ്ടാതിഥികളായി. സ്പോർട്സ് വിംഗ് കൺവീനർ ആഷിഫ് വടപുറം, അനിമോൻ വാണിയലിൽ, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മുബീന മൻഷീർ, എന്റർടൈൻമെന്റ് സെക്രട്ടറി ജുമി മുജി, ലേബർ ക്യാമ്പ് സൂപ്പർവൈസർ മജീദ് എന്നിവർ നേതൃത്വം നൽകി. ചാരിറ്റി കൺവീനർ റസാഖ് കരുളായി നന്ദി പറഞ്ഞു. ICF മദ്ഹ് റസൂൽ സമ്മേളനം ശ്രദ്ധേയമായി.
പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ICF ബഹ്റൈൻ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സൽമാബാദ് റീജിയൻ കമ്മിറ്റി മദ്ഹ് റസൂൽ സമ്മേളനം സംഘടിപ്പിച്ചു. തിരുവസന്തം 1500 എന്ന ശീർഷകത്തിൽ അൽ ഹിലാൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അബ്ദുൾ റഹീം സഖാഫിയുടെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി മുഖ്യ പ്രഭാഷണം നടത്തി. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന മൗലിദ് പാരായണത്തിന് അബ്ദുൽ സലാം മുപ്യാർ കോട്ടയ്ക്കൽ, ഹംസ ഖാലിദ് സഖാഫി, ഹാഷിം മുസ്ലിയാർ, ഷഫീഖ് മുസ്ലിയാർ, റഹീം താനൂർ, അഷ്റഫ് കോട്ടയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഫൈസൽ ചെറുവന്നൂർ സ്വാഗതവും YK നൌഷാദ് നന്ദിയും പറഞ്ഞു. ഓണം പൊന്നോണം 2025 തിരുവോണ നാളിൽ സ്നേഹ വിരുന്നൊരുക്കി പാൻ ബഹ്റൈൻ. ബഹ്റൈനിലെ ജീവകാരുണ്യ സാംസ്കാരിക സംഘടനയായ പ്രവാസി അസോസിയേഷൻ ഓഫ് അങ്കമാലി നെടുമ്പാശ്ശേരിയുടെ ഓണാഘോഷം BMC ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. ഓണം പൊന്നോണം 2025 എന്ന പേരിൽ തിരുവോണ നാളിൽ വിഭവസമൃദ്ധമായി സദ്യയും വടംവലിയും ഒരുക്കി ബഹ്റൈനിലെ അങ്കമാലി നെടുമ്പാശ്ശേരി നിവാസികളും പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികളുടെ ഗാനങ്ങൾ കൊണ്ടും കലാപരിപാടികൾ കൊണ്ടും ഓണം പൊന്നോണം 2025 എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. മുഖ്യാതിഥിയായി ബഹ്റൈനിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീമതി സ്മിത ജെൻസൺ മുഖ്യാതിഥിയായി പാൻ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് 2025 കരസ്ഥമാക്കിയ മിസ്റ്റർ KT ജോസ് എന്നിവരും പങ്കെടുത്തു. പാൻ പ്രസിഡന്റ് പോളി പറമ്പി, ജനറൽ സെക്രട്ടറി ഡേവിസ് മഞ്ഞളി, കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, കൺവീനർ റേസിൻ വർഗീസ് എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഓണാഘോഷം അവിസ്മരണീയമാക്കി ബഹ്റൈൻ AKCC. തിരുവോണ നാളിൽ പൂവിളിയും പൂക്കളവും അംഗങ്ങൾക്ക് ഓണസദ്യയും ഒരുക്കി ബഹ്റൈൻ AKCC. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് AKCC ഓണം ആഘോഷിച്ചത്. ഒത്തൊരുമയിലൂടെ കൈവരുന്ന ആഹ്ലാദത്തിന്റെ അലയടികളാണ് യഥാർത്ഥത്തിൽ ഓണമെന്ന് ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് AKCC ഗ്ലോബൽ സെക്രട്ടറി ചാൾസ് ആലുക്കയും ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോയും പറഞ്ഞു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ബഹ്റൈൻ AKCC വൈസ് പ്രസിഡന്റ് പോളി വിജയത്തിൽ സ്വാഗതവും ഓണാഘോഷങ്ങളുടെ കൺവീനർ ജിബി അലക്സ് നന്ദിയും പറഞ്ഞു. മൈത്രി ബഹ്റൈൻ ഭക്ഷണ വിതരണം നടത്തി. പ്രവാചകൻ മുത്ത് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മൈത്രി ബഹ്റൈൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ സെൻട്രൽ മാർക്കറ്റിലെയും സൽമാനിയ മെഡിക്കൽ കോളേജിലെയും ക്ലീനിംഗ് തൊഴിലാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം മൈത്രി മുഖ്യ രക്ഷാധികാരിയും മുഖ്യാതിഥിയുമായ ജനാബ് റഹീം പാവക്കുഞ്ഞ് നിർവഹിച്ചു. മൈത്രി പ്രസിഡന്റ് സലീം തയ്യിൽ, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു, ചാരിറ്റി കൺവീനർ അൻവർ ഷൂരനാട്, ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി, അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ, മെമ്പർഷിപ്പ് കൺവീനർ റജബുദ്ദീൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജാസ് മഞ്ഞപ്പാറ, അൻസർ തേവലക്കര, ഷിറോസ്, നൌഷാദ് തയ്യിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ പ്രതിഭ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബഹ്റൈൻ പ്രതിഭ മുഹറക് മേഖലയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ സമ്മേളന അനുബന്ധ പരിപാടിയായി കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ 2025 ഓഗസ്റ്റ് 29 ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകളും ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. 300-ലധികം പേർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തും അല്ലാതെയുമായി ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടർ ആകാശ് ശശിധരൻ തൈറോയ്ഡ്, ഹെർണിയ തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. മുഹറക് മേഖല പ്രസിഡന്റ് സജീവൻ മാക്കണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബഹ്റൈൻ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ടിൽ ക്യാമ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മുഹറക് മേഖല സെക്രട്ടറി ബിനു കരുണാകരൻ സ്വാഗതവും പ്രതിഭ സെക്രട്ടറി മിജോഷ് മൊറാഴ, പ്രതിഭ രക്ഷാധികാരി P ശ്രീജിത്ത്,
ഹെൽപ്പ് ലൈൻ കൺവീനർ ജയേഷ് എന്നിവർ ആശംസയും മേഖലാ ഹെൽപ്പ് ലൈൻ കൺവീനർ ഗിനീഷ് കല്ലേരി നന്ദിയും പറഞ്ഞു. സൗജന്യമായി ക്യാമ്പ് നടത്തിയതിന് ഹോസ്പിറ്റലിനുള്ള ഉപഹാരം പ്രതിഭ സെക്രട്ടറി മിജോഷ്, ഡോക്ടർ ആകാശിനുള്ള ഉപഹാരം പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിലും കൈമാറി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 10 ദിവസത്തിനുള്ളിൽ സൗജന്യ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലയിലെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രതിഭ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, രക്ഷാധികാരി അംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിന്റെ ഭാഗമായി. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിച്ചു. ബഹ്റൈനിലെ സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം അധ്യാപക ദിനം, ഈദ് മിലാദുൻ നബി, ഓണം എന്നിവ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം ബഹ്റൈനിലെ KCA ഹാളിൽ അധ്യാപക ദിനം, ഈദ് മിലാദുൻ നബി, ഓണം എന്നിവയുടെ സത്ത ഒരുമിച്ച് കോർത്തിണക്കി ഒരു സമൂഹ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കലാകാരന്മാർ, സമൂഹ നേതാക്കൾ എന്നിവർ ഒത്തുചേർന്ന ഈ പരിപാടി പാരമ്പര്യം, വിശ്വാസം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് അർത്ഥപൂർണമായ ആദരവായി. കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഓണം പ്രതിനിധീകരിക്കുന്ന ഒരുമ, നന്ദി, സാംസ്കാരിക ഐക്യം എന്നിവയുടെ മൂല്യങ്ങൾ എടുത്തുകാട്ടി അദ്ദേഹം ഹൃദ്യമായ ഒരു ഓണ സന്ദേശം നൽകി. ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള സുന്നി ജമാഅത്ത് പ്രസിഡന്റുമായ ഫക്രുദ്ദീൻ കോയ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതവും പഠനങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയും ധാർമ്മികവും പുരോഗമനപരമായ ഒരു സമൂഹത്തിന്റെ രൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുകയും ചെയ്തു. സ്റ്റുഡൻസ് ഗൈഡൻസ് ഫോറം ചെയർമാൻ എബ്രഹാം ജോൺ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SGF ദൗത്യവും ദർശനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം സമൂഹത്തെ ക്ഷണിച്ചു. കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് ജോൺ, ബഹ്റൈൻ കേരള സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ, ഇന്ത്യൻ സ്കൂൾ എക്സ്കോം അംഗം ബിജു ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി പരിപാടിയിൽ പങ്കെടുത്തു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 60 അധ്യാപകർക്ക് അവരുടെ സമർപ്പണത്തിനും സേവനത്തിനും നന്ദി സൂചകമായി റോസാപ്പൂക്കൾ നൽകി ആദരിച്ചു. അധ്യാപക സമൂഹത്തെ പ്രതിനിധീകരിച്ച് അധ്യാപകൻ വിജയ് കുമാർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കോർഡിനേറ്റർ സയ്യിദ് ഹനീഫ് സ്വാഗതം ചെയ്ത ചടങ്ങിൽ കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും പിന്തുണയ്ക്ക് ഡോക്ടർ ശ്രീദേവി രാജൻ നന്ദി പ്രകാശിപ്പിച്ചു. മോനി ഓടിക്കണ്ടത്തിൽ, ഹരീഷ് നായർ, വേണുഗോപാൽ, ജോൺ ഹെൻറി തുടങ്ങിയ നിരവധി സമൂഹ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. റബ്ബർ ബാൻഡ് ടീമിന്റെ മിന്നുന്ന പ്രകടനം പ്രേക്ഷകരെ ആവേശഭരിതരാക്കി. പരിപാടിക്ക് ശേഷം കേരളത്തിന്റെ സമ്പന്നമായ പാചക സംസ്കാരവും ഉത്സവ പങ്കുവയ്ക്കലിന്റെ മനോഭാവവും പ്രതിഫലിക്കുന്ന ഓണസദ്യയും ഒരുക്കിയിരുന്നു. പരിപാടി മനോഹരമായി അവതരിപ്പിച്ചത് മാസ്റ്റർ ഓഫ് സെറമണി ബബിന ആയിരുന്നു. കോർഡിനേറ്റർമാരായി റെജിന ഇസ്മായിൽ എല്ലാ മുഖ്യാതിഥികൾക്കും, അതിഥികൾക്കും, കലാകാരന്മാർക്കും, സന്നദ്ധ പ്രവർത്തകർക്കും പരിപാടി വിജയമാക്കിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി സമാപിച്ചു. ഇന്ത്യൻ റുപ്പി തകർന്നടിഞ്ഞ് രൂപ, പ്രവാസികൾക്കിത് ആഘോഷക്കാലം. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ചരിത്രത്തിലെ തന്നെ താഴ്ന്ന നിലയിലേക്ക് എത്തിയപ്പോൾ നാട്ടിലേക്ക് പണം അയക്കാൻ തിരക്ക് കൂട്ടി പ്രവാസികൾ. ദിർഹം, റിയാൽ ഉൾപ്പെടെയുള്ള ഗൾഫ് കറൻസികൾക്ക് മൂല്യം വർദ്ധിച്ചത് പ്രവാസികൾക്ക് ആശ്വാസമായി. US-ഉമായുള്ള താരിഫ് പ്രശ്നങ്ങളാണ് രൂപയ്ക്ക് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ. US താരിഫുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ സമീപഭാവിയിൽ രൂപ ഇനിയും താഴോട്ടിറങ്ങുമെന്നാണ് കരുതുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.